മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ 140 മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന നവകേരള സദസ്സ് പുരോഗമിക്കുകയാണ്. തുടക്കം മുതൽ അവിടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമെന്ന് അവിടെ കരിങ്കൊടി കാണിക്കുന്നു. കരിങ്കൊടി കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന പ്രവണതയ്ക്കും അവസാനം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ യാത്ര തുടങ്ങിയ ഘട്ടത്തിൽ ആദ്യം പോലീസ് പിടിച്ചുമാറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വന്ന് മർദ്ദിക്കുന്നതും ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നതും കണ്ടു. വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നു വന്നു. വലിയ വിവാദമായത് വികസിച്ചതിന് ശേഷവും ആ പ്രവണതയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല. നല്ല മാതൃക തുടരട്ടെ എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ മാതൃക അദ്ദേഹത്തിന്റെ പോലീസും ഗൺമാനും എസ്കോട്ടും പൈലറ്റും എല്ലാം തുടരുന്നത് കാണുകയാണ്. കരിങ്കൊടി പ്രതിഷേധം സാധാരണ നിലയ്ക്ക് ജനാധിപത്യ രൂപയായ ഒരു പ്രതിഷേധമാണ്. അവയെ ഭീകരവൽക്കരിക്കാനും അവർ സംസ്ഥാന ദ്രോഹികളാണെന്ന് ചാപ്പകുത്താനും അതിൻ്റെ പേരിൽ ആക്രമിക്കാനും തല്ലിച്ചതയ്ക്കാനും ഇറങ്ങിപ്പുറപ്പെടുന്ന ഈ സമീപനം നവകേരള സദസ്സിനെങ്കിലും നല്ല പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? വീരപരിവേഷം സമ്മാനിക്കുന്നു ഈ അക്രമമാർഗം എന്നാണോ സർക്കാരും സർക്കാരിൻ്റെ നായകരും ധരിച്ചിരിക്കുന്നത്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷനോടൊപ്പം ഈ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി, ഒപ്പം അഡ്വക്കേറ്റ് ആർ രാഹുൽ ഡിവൈഎഫ്ഐ നേതാവ് എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ആർ രാഹുൽ, ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി വരുന്ന ആളുകളെ കായികമായി കൈകാര്യം ചെയ്യുക, മാരകമായി ആക്രമിക്കുക, അത് നിങ്ങൾക്കൊരുതരം വീരപരിവേഷം നൽകുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുകയാണ്. കൊള്ളാം, നല്ല തല്ല് എന്ന നിലയ്ക്കുള്ള സ്നേഹം നിങ്ങളോട് കൂടുകയാണ് എന്നാണോ നിങ്ങളുടെ ഒരു റീഡിങ്? ഇവിടെ നവകേരള സദസ്സ് കഴിഞ്ഞ നവംബർ മാസം 18-ാം തീയതി ആരംഭിച്ച് ഇന്ന് 107 മണ്ഡലങ്ങൾ പൂർത്തീകരിച്ച് നവകേരള സദസ്സ് വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ചെന്ന് ജനങ്ങളോട് സംവദിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തുമ്പോൾ വലിയ ജനസ്വീകാര്യതയാണ് നവകേരള സദസ്സിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ വേദിയിലേക്കും ഓരോ സദസ്സിലേക്കും ഓരോ മണ്ഡലത്തിലും 10,000-കണക്കിന് ആളുകൾ, 15,000-ഉം 20,000-ഉം 25,000-ഉം ആളുകളാണ് ഓരോ സദസ്സിലും വരുന്നത്. ഇത് വെറുതെ ഒഴുകി വരുന്നതല്ല. ജനങ്ങൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകി ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതീക്ഷയോടെ കാണുന്നത് കൊണ്ടാണ്. ഇതാണ് UDF-നെ വിറളി പിടിപ്പിക്കുന്നത്. ഈ നവകേരള സദസ്സ് ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാമല്ലോ, ഈ കരിങ്കൊടി പ്രയോഗം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, KSUവിന്റെ നേതൃത്വത്തിൽ ഓരോ സ്ഥലത്തും 1-2 പേര് ചേർന്ന് കരിങ്കൊടി സമരം നടത്തുകയാണ്. ഈ സമരം നടത്തുന്നതിന് നമ്മളാരും എതിരല്ലല്ലോ. ജനാധിപത്യപരമായി എല്ലാവർക്കും സമരം ചെയ്യാൻ അവകാശമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമം സൃഷ്ടിക്കാൻ, കലാപം ഉണ്ടാക്കാൻ, ഈ നവകേരള സദസ്സിനെ മോശപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായി ഗൂഢാലോചന നടത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടല്ലോ, ഇവിടെ കരിങ്കൊടി കാണിക്കുന്നത് മാത്രമല്ല, കരിങ്കൊടി കാണിച്ച് വരുന്ന വഴി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എറണാകുളം ജില്ലയിൽ പുറത്തു നിന്നെത്തിയ ക്രിമിനൽ സംഘമാണ് യൂത്ത് കോൺഗ്രസിന്റെ. അത് എറണാകുളം ജില്ലയിലെ ആ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ആ ജില്ലക്കാർ പോലുമല്ല, പല ജില്ലകളിൽ നിന്ന് വന്ന ക്രിമിനൽ സംഘങ്ങൾ ഒത്തുചേർന്ന് മുഖ്യമന്ത്രി വരുന്ന വാഹന വ്യൂഹത്തിന് നേരെ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ ഷൂ എറിയുകയാണ്. അത് നമ്മൾ കണ്ടതല്ലേ. അവസാനം ജനങ്ങൾക്കിടയിൽ നിന്ന് എതിർപ്പ് വരുന്നെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് തള്ളിപ്പറയേണ്ടി വന്നത്. അന്ന് ഷൂ എറിഞ്ഞ സമരം വന്നപ്പോൾ അന്ന് വൈകുന്നേരം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾ ഇനിയും ഷൂ എറിയാൻ പോവുകയാണ്, നാളെ മുതൽ ഞങ്ങൾ ഷൂ മുഴുവൻ എറിയും, ഷൂ എറിയാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ തിരുത്തി പറയേണ്ടി വന്നു. എന്താ? ജനങ്ങളെതിരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്നിട്ടും പിന്നീടും മാറുന്നില്ല. ഇപ്പൊ ഓരോ ദിവസവും ചെല്ലുന്തോറും ഇങ്ങനെ ജനസ്വീകാര്യത കൂടി വരുമ്പോൾ ജനങ്ങളെതിരാണെന്ന് മനസ്സിലായതുകൊണ്ട് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാറ്റി പറഞ്ഞു. ജനങ്ങളെതിരാണെന്ന് അവർ മനസ്സിലാക്കി. നോക്കൂ രാഹുൽ, ജനങ്ങളെതിരാണെന്ന് അവർ മനസ്സിലാക്കി, അവർ മാറ്റി പറഞ്ഞു. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ ജനങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നാണോ? അതുകൊണ്ട് തിരുത്തേണ്ട എന്നാണോ? ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ കരിങ്കൊടി പ്രതിഷേധമോ എന്ത് പ്രതിഷേധ പരിപാടിയോ നടത്തുന്നതിന് ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ലല്ലോ. എല്ലാവരും ചെയ്യുന്ന സമരമാർഗമല്ലേ. ഈ രാജ്യത്ത് എല്ലാ വിഭാഗം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എല്ലാം നടത്തുന്ന പ്രതിഷേധ മാർഗങ്ങളിൽ ഒന്നാണ് കരിങ്കൊടി സമരം. അങ്ങനെ ചെയ്യുന്നതിനാർക്ക തർക്കം? പക്ഷെ ഇങ്ങനെ സമരം ചെയ്യാൻ വരുന്നവർ ത്യാഗം ഏറ്റുവാങ്ങുന്നവരാണ്. പോലീസിന്റെ ചിലപ്പോൾ അടിയേറ്റു വാങ്ങേണ്ടി വന്നേക്കാം. സമരം ചെയ്യുമ്പോൾ അവർ അവിടെ അംഗരക്ഷകരായിട്ടുള്ളവർ അല്ലെങ്കിൽ പോലീസുകാർ, ഇവരെ തടയാനെത്തുന്നവർ, അവർക്ക് പൂച്ചെണ്ട് നൽകിയല്ല സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ. അങ്ങനെയാണ് SFI ആണെങ്കിലും DYFI ആണെങ്കിലും യുവജന പ്രസ്ഥാനങ്ങളാണെങ്കിലും മുൻകാലങ്ങളിൽ സമരം ചെയ്യുമ്പോൾ വെടിയേറ്റ്. ഗവർണർക്കെതിരെ നിങ്ങൾ സമരം നടത്തുന്നുണ്ട്. ഇന്നിപ്പോ ഗവർണർക്കെതിരായി നിങ്ങളുടെ സമരത്തിൽ പോലീസ് നിങ്ങളുടെ പ്രവർത്തകരുടെ തല തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ചോര ഒലിക്കുന്ന തലയുമായിട്ട് പ്രവർത്തകർ അവിടെ കിടന്ന് പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ
SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ മുണ്ടിൽ ഒരു പോലീസുകാരൻ പിടിച്ചു വലിച്ചു എന്നതിന്റെ പേരിൽ ആർഷോ വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കിയ ഒരു സീനിയർ ഓഫീസർ വന്നാണ് അത് പരിഹരിച്ചത്. അപ്പോൾ ആർഷോ അങ്ങനെ തിളക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം സമരങ്ങളുമായിട്ട് പോയാൽ പോലീസിന്റെ തല്ല് കിട്ടും, സ്വാഭാവികമാണ്. ഇപ്പോ കാലിക്കറ്റ് സർവകലാശാലയിൽ SFIക്കാർ തലയ്ക്ക് തല്ലുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് അവിടെ ഇപ്പോൾ SFIയുടെ നേതാവ് ഹസൻ മുബാറക്ക് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഹസൻ മുബാറക്കിനോട് താങ്കൾ പറയുന്നത് അങ്ങനെ തിളയ്ക്കണ്ട, പോലീസിൻ്റെ അടുത്ത് പോയാൽ തല്ല് കിട്ടുമെന്നാണ്. അല്ല, സമരത്തിലേക്ക് ഇറങ്ങുന്നവർ ആരെങ്കിലും ത്യാഗനിർഭരമായ സമരങ്ങളാണ് ഓരോ സമരങ്ങളും. സമരത്തിന്റെ ഭാഗമായി ഇറങ്ങുന്നവർക്ക് ചിലപ്പോൾ മർദ്ദനമേൽക്കേണ്ടി വരാം, ചിലപ്പോൾ ജയിൽവാസം അനുഭവിക്കാം, അങ്ങനെ ഒരുപാട് പരിക്കുകൾ ഏൽക്കേണ്ടി വരും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ എല്ലാവരും സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ നേരെ പോയി സമരം ചെയ്ത് തിരിച്ച് അതേപോലെ വീട്ടിൽ പോകാന്നുള്ള വിചാരത്തിലല്ലോ. സമരം എന്ന് പറഞ്ഞാൽ സമരത്തിനിറങ്ങുമ്പോൾ സമരത്തിനിറങ്ങിയ തല്ല് കിട്ടും. പക്ഷെ രാഹുൽ, അതിൽ ശരി തെറ്റുകൾ എന്നൊരു സംഗതി ഉണ്ട്. ന്യായമായ ഒരു സമരത്തെ, ജനാധിപത്യ രൂപിയായ ഒരു സമരത്തെ പോലീസ് തല്ലിച്ചതയ്ക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. ഇന്നിപ്പോ ഗവർണറുടെ RSS പദ്ധതിക്കെതിരെ SFI സമരം ചെയ്യാണ്. രണ്ടുപേരുടെ തലതല്ലി പൊട്ടിച്ചു. അതിലൊരു പ്രശ്നമൊന്നുമില്ല, സാധാരണമാണ്. പോലീസിനെ അങ്ങനെ തല്ലാം എന്നാണോ രാഹുൽ പറയുന്നത്? SFI എന്ന വിദ്യാർത്ഥി സംഘടന ഇന്നു മുതലല്ല സമരം ചെയ്യുന്നത്. SFI കഴിഞ്ഞ കാലം മുതൽ എല്ലാ കാലത്തും സമരം ചെയ്തിട്ടുണ്ട്. സമരം ചെയ്യുമ്പോൾ മർദ്ദനമേൽക്കാറുണ്ട്, അല്ലെങ്കിൽ ജയിലിൽ കിടക്കാറുണ്ട്, പോലീസിന്റെ ആക്രമണങ്ങൾ അല്ലാതെ ഏറ്റിട്ടുണ്ട്, ഗുണ്ടാക്രമണങ്ങൾ ഏൽക്കാറുണ്ട്. ഇവിടെ KSUക്കാർ സമരം ചെയ്ത്, അല്ലെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോൾ 2 ലാത്തിയടിയേറ്റപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഗവർണർക്കെതിരെ സമരം ചെയ്തപ്പോൾ അടിമേടിച്ചില്ലേ? ഈ ഗവൺമെന്റ് തന്നെ ഭരിക്കുമ്പോൾ തന്നെ മർദ്ദനമേൽക്കേണ്ടി വരുന്നില്ലേ? അത് പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുമ്പോൾ അതനുസരിച്ച് അംഗരക്ഷകരും അല്ലെങ്കിൽ സുരക്ഷാ സേനക്കാരും അവരതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അതിന്റെ ഭാഗമായി ഉണ്ടാകും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ Z+ കാറ്റഗറി ഉള്ളവരാണ്. അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് അവരുടെ അംഗരക്ഷകരുടെ ഉത്തരവാദിത്തമാണ്. അത് അങ്ങനെയുള്ള സമരത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അങ്ങനെ മർദ്ദനമേൽക്കുമ്പോൾ അയ്യോ ഞങ്ങൾ കടികിട്ടി എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ Z+ സുരക്ഷ ഉള്ള കാറ്റഗറി ഉള്ളവരാണ്. അവർ വരുമ്പോ വഴിയിൽ കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്നതാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയം? CPIM നയം, അതിന്റെ PB അംഗമായ മുഖ്യമന്ത്രിയായ സർക്കാരിന്റെ നയം, ആ നയമാണോ ഈ പോലീസ് നടപ്പിലാക്കുന്നത്? അല്ല എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രി നൽകിയ ഇന്റർവ്യൂവിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നുണ്ട്, അത് നടക്കട്ടെ, അത് ജനാധിപത്യപരമായ സമരമാണ്, അത് നടക്കട്ടെ. പക്ഷെ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമം നടത്താൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇവിടെ ഷൂ വലിച്ചെറിഞ്ഞത് ആരെങ്കിലും അക്രമത്തിന്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ മുഖ്യമന്ത്രി സഞ്ചരിച്ച വിമാനത്തിനകത്ത് കയറി വരെ പ്രതിഷേധം നടത്തി. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ പോലീസ് കായികമേള ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാറിന്റെ ചില്ല് തകർത്ത് മുഖം മുറിച്ച പാരമ്പര്യം നമുക്കുണ്ട്. ആ സമരമൊക്കെ അപരാധമായിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? ഇപ്പോ ഇങ്ങനെയാണോ ചെയ്യുന്നത്? പിന്നെ വേറൊരു കാര്യം താങ്കൾ പറഞ്ഞു, ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാപാരമ്പര്യത്തെ മനസ്സിലോർത്തുകൊണ്ട് താങ്കൾ പറയുന്നു ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ വേറെ വന്ന് സമരം ചെയ്യാൻ പാടില്ല, അങ്ങനെയാണോ? അല്ല, സമരം ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമല്ല. ക്രിമിനൽ സംഘത്തെ യൂത്ത് കോൺഗ്രസ് KSU എന്നൊക്കെ പറയുന്ന വലിയ ക്രിമിനൽ സംഘം ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. നിഖിൽ പൈലി എന്ന് പറയുന്ന ക്രിമിനൽ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ, ഇവിടെ ധീരജ് എന്ന് പറയുന്ന SFIയുടെ ഉശിരനായ ചെറുപ്പക്കാരനെ, വിദ്യാർത്ഥിയെ ഒറ്റക്കുത്തിന് കൊന്നതാണ്. ഇവിടെ കഞ്ചാവ് കടത്തിനും അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്നവരാണ്. ഈ ക്രിമിനൽ സംഘത്തിന്റെ നേതൃത്വമാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസിനുള്ളത്. ഞാൻ ഈ സമര ശൈലിയോടുള്ള സമീപനത്തെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, കണ്ണൂരിൽ പോലീസ് കായികമേള ഉദ്ഘാടനം ചെയ്യാൻ വന്ന മുഖ്യമന്ത്രിയുടെ മുഖം മുറിക്കുന്ന ആക്രമണം സമരമാണോ, അല്ലെങ്കിൽ ആ സമരം തെറ്റായിരുന്നോ? അല്ലെങ്കിൽ നോക്കൂ, ആരിഫ് മുഹമ്മദ് ഖാനോട് നിങ്ങൾക്ക് രാഷ്ട്രീയമായ പ്രതിഷേധമുണ്ട്. അയാളുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി കാറിന്റെ ബോണറ്റിൽ അടിക്കുന്ന സമര രീതിയോട് യോജിപ്പാണോ വിയോജിപ്പാണോ? രണ്ടും സമരമാണെന്നാണ് പറയുന്നതെങ്കിൽ ഈ നിലപാട് ഇവിടെ പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഈ സമരത്തിന് വേറെ പ്രശ്നമില്ല. സമരം ചെയ്താൽ ചിലപ്പോൾ മർദ്ദനമേൽക്കേണ്ടി വരും. സമരത്തിന്റെ തീവ്രത കൂടുമ്പോൾ അല്ലെങ്കിൽ സമരത്തിന്റെ മാർഗം വേറെ പല രീതിയിലേക്ക് മാറുമ്പോൾ അതനുസരിച്ചുള്ള മർദ്ദനമേൽക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെയുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി ഞാൻ ചോദിക്കുന്നത് രാഹുൽ, അപ്പൊ നിങ്ങൾക്കൊരു പോലീസ് നയമില്ലേ? നിങ്ങൾക്കൊരു പോലീസ് നയമില്ലേ? ഏത് സമരത്തെയും ഏറ്റവും മോശം മാർഗത്തിലൂടെ കൈകാര്യം ചെയ്യാൻ പോലീസിനെ നിങ്ങൾ തുറന്നുവിട്ടിരിക്കുകയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ സർക്കാരിനും ഒരു പോലീസ് നയമില്ലേ? പ്രതിഷേധം ജനാധിപത്യപരമാണ്, അതിനോട് ഈ മൂന്നാം മുറ വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കരിങ്കൊടി കാണിക്കാൻ വരുന്നവർ ഇവിടെ മൂന്നാം മുറ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. UDFന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കെതിരായി ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് ജനനേന്ദ്രിയത്തിൽ വരെ ആക്രമിച്ചവരാണ് UDFന്റെ പോലീസുകാർ. അറിയാമോ? അത് ശരിയല്ലേ?
ശരിയല്ല. അടിയുന്നവരെ ക്രൂരമായി മർദ്ദിച്ച് ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് സമരം ചെയ്യുന്ന ആളുകളെ മർദ്ദിക്കുന്ന പോലീസ് ഉണ്ടെങ്കിൽ അത് ശരിയല്ല. അത് തിരുത്താൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ബാധ്യതയുണ്ട്. അതാണ് നമ്മുടെ ശരിയല്ല. ശരിയല്ല. പക്ഷെ അവിടെ ലാത്തിയടിയേറ്റതിനെ കുറിച്ച് കുറ്റം പറയുക. ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ പോലീസ് ഞങ്ങളെ മൃഗീയമായി മർദ്ദിച്ചു എന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ അല്ല, ഇപ്പൊ പ്രസംഗിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ പോലീസ് ഞങ്ങളെ മൃഗീയമായി മർദ്ദിച്ചു എന്ന്. അവിടെ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ 124 ഇട്ടിരിക്കുകയാണ്. 124 അത് തെറ്റാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി വാദിക്കുകയാണ്. താങ്കൾ പറഞ്ഞു ഇതൊക്കെ സ്വാഭാവികമാണെന്ന്. അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങളിപ്പോൾ ഈ ചർച്ച നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ നേരെ കരിങ്കൊടി കാണിക്കുന്നവർ ചിലപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ചർച്ച വേറെ രീതി മാറിയേനെ. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വീഴ്ച എന്നായിരുന്നു നിങ്ങളുടെ ചർച്ച. ഇതല്ല, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അതിന് സമരം ചെയ്യുന്നവർ കുഴപ്പമില്ല, സമരം അവിടെ ചെയ്തോളൂ. അങ്ങനെ ഒരുപാട് സമരം ഇതിനിടയിൽ നടന്നല്ലോ. പക്ഷേ അതിനപ്പുറത്തേക്ക് ബസ്സിന് നേരെ മറ്റാക്രമണങ്ങൾ നടത്താനും അതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ചില്ല് തകർത്ത് അദ്ദേഹത്തിന്റെ മുഖം മുറിച്ചത് അല്ലേ? ഞാൻ സ്പെസിഫിക് ആയി അതേ ചോദ്യം ചോദിക്കുകയാണ്. അല്ല, ഞാൻ പറയുന്നത് അത്തരം സമരമാർഗത്തിൽ ഉൾപ്പെടെ അത് പോലീസ് കേസെടുത്തു. അന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ പോലീസ് കേസെടുത്തു. അത് കോടതിയിലുണ്ടായ കോടതിയുടെ ഭാഗമായി അതിന്റെ തീർപ്പ് ഉൾപ്പെടെ വന്നു. ഞാൻ പറയുന്നത് ഇവിടെ സമരത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സമരം ചെയ്യാൻ അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. അതൊരു തെറ്റായ സമരമാർഗമായിരുന്നു. അതിന് ജനാധിപത്യപരമായി സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് സമരം ചെയ്യാം. പക്ഷേ പങ്കെടുക്കുന്നവരുൾപ്പെടെ ക്രിമിനൽ സ്വഭാവമുള്ളവരാകുമ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്നവർ ക്രിമിനൽ സ്വഭാവമുള്ളവരായി മാറുമ്പോൾ അല്ലെങ്കിൽ ക്രിമിനൽ നേതാക്കന്മാരായി മാറുമ്പോൾ അതിന്റെ സമരത്തിന്റെ സ്വഭാവം മാറുകയാണ്. ഇവിടെ ഇന്ന് വി ഡി സതീശനും കെ സുധാകരനും ഇവിടെ വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയല്ലോ. കെ സുധാകരന്റെ ഗൺമാനാണ് നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നത്, അറിയാലോ നിങ്ങൾക്ക്. അന്ന് അവിടെ സമരത്തിന്റെ ഭാഗമായി പോലല്ലോ ഒരു സംഘർഷം അവിടെ ഉണ്ടാക്കുകയും ആ സംഘർഷത്തിന്റെ ഭാഗമായി കടത്തണ്ണയിലിരുന്ന നാൽപ്പാടി വാസു എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ വെടിവെച്ചു കൊന്നു ഗൺമാൻ. എന്നിട്ട് ആ ഗൺമാനെ വെച്ചുകൊണ്ട് സുധാകരൻ മുന്നോട്ട് പോയി അടുത്ത യോഗത്തിൽ പ്രസംഗിച്ചു, ഞാനിതാ വരുന്ന വഴി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വെടിവെച്ചു കൊന്നിട്ടാണ് വരുന്നത്, ഇനിയും ഞങ്ങൾ വെടിവെച്ചു കൊല്ലുമെന്ന് പ്രസംഗിച്ച ആളാണ് കെ സുധാകരൻ. ആ കെ സുധാകരനാണ് ഇന്ന് വന്നിട്ട് പോലീസുകാർക്കെതിരെ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ UDF ഭരിക്കുമ്പോൾ ഇവരുടെ നേതാക്കന്മാരും UDFന്റെ ഗവൺമെന്റും എല്ലാം സ്വീകരിച്ച നയങ്ങളല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നില്ലേ? ഒരു സഖാവ് പുഷ്പൻ ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷിയായി വെടിയേറ്റ് കിടക്കുകയല്ലേ? ഇവരുടെ പോലീസല്ലേ അന്ന് ചെയ്തത്? അത്തരത്തിലുള്ള നടപടികളൊന്നും അല്ല ഉണ്ടായത്. ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ, കരിങ്കൊടിയുടെ പേരിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ അംഗരക്ഷകർ ലാത്തിചാർജ് ചെയ്തതിനെ നിങ്ങളെന്തോ വലിയ അപരാധമായി കാണുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ 7.5 വർഷം പൂർത്തിയാകുന്നതിനിടയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരെ ഏത് ആക്രമണം ഉണ്ടായി? രാഹുൽ പറയാമോ? മുഖ്യമന്ത്രി ആക്രമിക്കാൻ എവിടെയെല്ലാം കഴിയുമായിരുന്നു? ഏത് ആക്രമണം ഉണ്ടായി? ആക്രമണം ഉണ്ടായതിന് ചരിത്രം എടുത്താൽ ഉമ്മൻചാണ്ടിയുടെ മുഖമേ മുറിഞ്ഞിട്ടുള്ളൂ. പിണറായി വിജയന്റെ രോമത്തിന് പരിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ആക്രമണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പ്രിസിഡൻസ് വെച്ചിട്ടാണ്, ഏത് കീഴ്വഴക്കം, അല്ലെങ്കിൽ ഏത് ചരിത്രം വെച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് ചരിത്രം വെച്ചാൽ പിണറായി വിജയനെ ആരാക്രമിക്കാൻ ശ്രമിച്ചു, ആരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു? എന്താ ഒരു ലോജിക്ക് വേണ്ടേ പറയുന്നതിന്? അല്ല, നിങ്ങൾ ഈ പറയുന്ന ആക്രമണം ഉണ്ടാകാൻ ഒരാൾ വിചാരിച്ചാൽ മതി, ഒരാൾ തീരുമാനിച്ചാൽ മതി. ഇവിടെ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് സംഭവം ഉണ്ടായല്ലോ. അതെങ്ങനെ ഉണ്ടായത്? വലിയ അതുപോലെ രാഹുൽ, താങ്കൾക്കറിയാം, ഇത് താങ്കളുടെ സഹപ്രവർത്തകരും ചെയ്ത അതേ കരിങ്കൊടി പ്രതിഷേധമാണ്. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് 4 അടി പൊക്കമുള്ള സീറ്റിന്റെ മുകളിലുള്ള വണ്ടിയിൽ ഇരുന്നിട്ടാണ്. അതിന്റെ പുറത്തുകൂടി എസ്കോർട്ടും പൈലറ്റും വേറെ വണ്ടികളുണ്ട്. അതിനപ്പുറത്ത് നിന്ന് റോഡിനടിയിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്ന ഒരാൾ അപായപ്പെടുത്താൻ വരികയാണ് എന്ന് സീരിയസ് ആയി പറയുകയാണോ താങ്കൾ, ഒരു പൊതുപ്രവർത്തകൻ? കരിങ്കൊടി കാണിക്കുന്നതിനൊരു പ്രശ്നമില്ല. പക്ഷെ കരിങ്കൊടിയുടെ മറവിൽ അനാവശ്യ സമരങ്ങളിലേക്ക്, അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഒന്ന് പറയൂ, എന്താണ് കരിങ്കൊടിയുടെ മറവിൽ അനാവശ്യ പ്രശ്നം ഉണ്ടാക്കിയ സംഗതി എന്ന് പറയൂ. നോക്കൂ, കരിങ്കൊടിയുടെ മറവിൽ അനാവശ്യ പ്രശ്നം എന്തായിരുന്നു നമുക്കറിയാലോ. ഷൂവിന് മുമ്പേ നിങ്ങൾ ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ചല്ലോ ഒരാളുടെ. ചെടിച്ചട്ടി എടുത്ത ഒരാളുടെ തലക്കടിച്ചല്ലോ. ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ചതിനെ കുറിച്ച് പറയാമോ? ഏതാണ്? ചെടിച്ചട്ടി എടുത്തൊരു യുവാവിന്റെ തലക്കടിച്ചല്ലോ. അന്ന് ഷൂ ഒന്നും എറിഞ്ഞിരുന്നില്ലല്ലോ. ഒരു സംഘടനയും പറയാം. ഞാൻ പറയുന്നത് ഒരാളും ഒരു സംഘടനയും DYFIയോ CPIM ഒരു സംഘടനയും
ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനാധിപത്യപരമായ സമരത്തെ തടയാനോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കാനോ ഒരു ആഹ്വാനവും നടത്തിയിട്ടില്ല, ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പോലീസുകാർ, അവരുടെ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ അംഗരക്ഷകരായിട്ടുള്ളവർ, പോലീസുകാർ, അതിന് സുരക്ഷയൊരുക്കുന്നവർ, അവരുടെ കൃത്യമായ നിർവഹണം നിർവഹിച്ചോളും. ഈ നവകേരള യാത്രയുടെ വളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐക്കാർ അവിടെ വരുന്ന ആളുകളെ മർദ്ദിക്കുന്നുണ്ട്. അതൊരു നിത്യക്കാഴ്ചയാണ്. നിങ്ങൾ ഡയറക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ശരി, ഒരു ഡയറക്റ്റീവും ഇല്ല, തീരുമാനിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നടക്കുന്നു നിർബാധം, അത് തടയാൻ രാഹുൽ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ നടക്കുന്നു നിർബാധം, അത് തടയാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചാൽ അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കാന്ന് വിചാരിക്കും. അങ്ങനെ തീരുമാനിച്ചാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരന് വഴിയിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നതാണോ? ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ? നിങ്ങൾ തീരുമാനിക്കാതെ തോന്നുമ്പടി ആളുകളെ അടിക്കാനുള്ള ലൈസൻസ് ഉള്ള അത്രയും ലൂസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണോ ഡിവൈഎഫ്ഐയുടെ? ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കി, പ്രകോപനം ഉണ്ടാക്കി, തിരിച്ചവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണം ഉണ്ടാകണം, ഇവിടെ കലാപാന്തരീക്ഷം ഉണ്ടാകണം, ഈ നവകേരള സദസ്സിനെ മോശപ്പെടുത്തണം. നിങ്ങൾ എന്തിനാണ് പ്രകോപിതരാകുന്നത്? ഈ നവകേരള സാധാരണ ജനാധിപത്യ പ്രതിഷേധത്തെ നിങ്ങൾ പ്രകോപനമായിട്ട് എടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ സാധാരണ ജനാധിപത്യ പ്രതിഷേധത്തെ, കരിങ്കൊടി സമരത്തെ പ്രകോപനമായി എടുക്കുന്നത്? നിങ്ങൾ അങ്ങനെ പ്രകോപനം കൊള്ളാൻ വെമ്പി നടക്കുന്നവരാണോ? ഒരു പ്രകോപനവും ഒരു സ്ഥലത്തും ഉണ്ടാകുന്നില്ല. അവിടെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടായാലും അതും പർവ്വതീകരിച്ചുകൊണ്ട് കാണിക്കേണ്ട കാര്യം. അങ്ങനെ വ്യാപകമായ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കരിങ്കൊടി പ്രതിഷേധം ഞാൻ ചോദിക്കുന്നത് കാസർഗോഡ് മുതൽ ഇന്ന് ആലപ്പുഴ ജില്ല കടന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്നു. എത്ര സ്ഥലത്ത് കരിങ്കൊടി കാണിച്ചു? എല്ലാ സ്ഥലത്തും ആക്രമണം ഉണ്ടാകുകയാണോ ചെയ്യുന്നത്? ഈ സമരത്തിന്റെ രീതി അവർ വേറെ രീതിയിലേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ആക്രമണം ഉണ്ടായത്, അല്ലാതെ വെറുതെ ഉണ്ടായതല്ലോ. ബാക്കി എത്ര സ്ഥലത്ത് കരിങ്കൊടി കാണിച്ചു? മുഖ്യമന്ത്രി തന്നെ വാഹനത്തിലിരുന്ന് കരിങ്കൊടി കാണിച്ചു. വേറെ ഏത് രീതിയിലേക്ക് പോയപ്പോൾ പോലീസ് മോശമായി പെരുമാറുന്ന താങ്കൾ വേറെ ഏത് രീതിയാണ്? ഷൂവിനെ കുറിച്ചാണോ പറയുന്നത്? അവരുടെ സമരത്തിന്റെ സ്വഭാവം മാറുമ്പോൾ, അല്ലെങ്കിൽ സമരം കരിങ്കൊടി പ്രതിഷേധമല്ല, ആ രൂപത്തിലല്ലാതെ ആക്രമണോത്സുകമായ സ്വഭാവത്തിലേക്ക്, വാഹനം തടസ്സപ്പെടുത്തുക, വാഹനത്തിന് മുന്നിലേക്ക് ചാടുക, Z+ കാറ്റഗറിയുള്ള ആളുകളുടെ മുന്നിലേക്ക് ചാടുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ വരുമ്പോഴാണ് അവിടെ അങ്ങനെയുള്ള സമീപനം ഉണ്ടായത്. അല്ലാതെ ബോധപൂർവമായി ആരെങ്കിലും ശ്രീ റിജിൽ മാക്കുറ്റി, അതായത് Z+ കാറ്റഗറിയിലുള്ള ഒരു കോൺവോയ് കടന്നു വരുമ്പോൾ അതിന്റെ മുന്നിൽ ചാടി പ്രതിഷേധിക്കാൻ പോയാൽ, അതിന്റെ മുന്നിലെന്ന് വെച്ചാൽ ആ റോഡിലേക്ക് ചാടി പ്രതിഷേധിക്കാൻ പോയാൽ പോലീസും സെക്യൂരിറ്റി ഫോഴ്സസും കൈകാര്യം ചെയ്യും. ആ റിസ്ക് എലമെന്റ് കൂടി മുന്നിൽ കണ്ടിട്ടാണ് ആ സമരം സ്വീകരിക്കുക, ആ സമരമാർഗം സ്വീകരിക്കുക. അത് സ്വാഭാവികമാണ്. ആ തല്ല് ഞങ്ങൾക്കും കൊണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും കൊള്ളുന്നു. അതിനിത്ര വിലപിക്കുന്നത് എന്തെന്ന് ചോദിക്കുകയാണ് ഡിവൈഎഫ്ഐ. ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ സമരം ചെയ്യുകയും കരിങ്കൊടി കാണിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം സമര രീതികളൊക്കെ നടത്തി മുമ്പോട്ട് പോയ ആളുകളാണ് ഇപ്പുറം ഇരിക്കുന്ന ആളുകളെന്നും അത് നേതൃത്വം കൊടുത്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഇന്നലെ നടന്ന സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? 2 ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUക്കാർ 2 ആളുകൾ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാഹനം പോകുന്നതിൻ്റെ റോഡ് സൈഡിലാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. വാഹനം കടന്നുപോയി. അപ്പോൾ സ്വാഭാവികമായി അവിടെയുള്ള ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ, ലോക്കൽ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തു, അവരെ പിടിച്ചു മാറ്റി. അത് പിടിച്ചു മാറ്റിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിലെ ഗൺമേനും അതോടൊപ്പം തന്നെ മറ്റൊരു പോലീസുകാരനും ചേർന്ന് ഇവരെ തലക്ക് നേരെ ക്രൂരമായി ആക്രമിക്കുന്നത്. അവരുടെ കയ്യിൽ കരിങ്കൊടിയല്ലാതെ മറ്റ് മാരകായുധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തിനാണ് പോലീസ് മുഖ്യമന്ത്രിയായ VIP-യെ ഒഴിവാക്കിക്കൊണ്ട് അവർ വണ്ടി നിർത്തി വന്നത്? അത് പോലീസിങ്ങിന് അതുപോലെ എതിരാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ഇവരെ തലക്ക് വന്ന് അടിക്കാനുള്ള സാഹചര്യം എന്തവിടെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനാണ് ഇവർ മറുപടി പറയേണ്ടത്. ഇപ്പോൾ കരിങ്കൊടി കാണിക്കുമ്പോൾ സ്വാഭാവിക പോലീസ് തല്ലും, അതൊന്നും ഞങ്ങൾ ആരും എതിരല്ല. തല്ല് വാങ്ങാനും അല്ലെങ്കിൽ അതേ പോലീസിൻ്റെ അക്രമങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ അത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? ആ 2 ചെറുപ്പക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് CPM-ന്റെ വക്താവ് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഈ ഒരു തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാരായ ആളുകൾ ഇറങ്ങി വന്ന് വണ്ടി നിർത്തി അവരെ ആക്രമിച്ചത്, തലക്ക് അടിച്ച് ആക്രമിച്ചത്? എന്താണ് അതിന്റെ കാരണം? യഥാർത്ഥത്തിൽ ഇവർ മനുഷ്യന്മാരല്ല. യഥാർത്ഥ പോലീസ് അംഗരക്ഷകന്മാർ എന്ന് പറയുന്ന ആളുകൾ പോലും CPM-ന്റെ ഒരു കൊട്ടേഷൻ സംഘമാണ്. ഈ കൊടിസുനിമാരും ആകാശ് തില്ലങ്കേരിമാരെ പോലുള്ള ആളുകളാണ് ഇപ്പോൾ പോലീസിനകത്തുള്ളത്. അവർക്ക് മാത്രം ഇങ്ങനെ ക്രൂരമായ ആളുകളെ ഈ തലക്ക് ആക്രമിക്കാൻ പറ്റൂ. അല്ലാതെ ഏതെങ്കിലും സംഘർഷത്തിന്റെ പേരിൽ നടന്ന അക്രമമാണെങ്കിൽ ലാത്തിച്ചാർജാണെങ്കിൽ പറയാം. പക്ഷേ ബോധപൂർവം ഇത് മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ മുഖ്യമന്ത്രിയുടെ DYFI-ക്കാർ കല്യാശ്ശേരിയിൽ ഞങ്ങളുടെ
സഹപ്രവർത്തകന്മാരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലതല്ലി പൊളിച്ചപ്പോൾ, അവരെ ക്രൂരമായി ആക്രമിച്ചപ്പോൾ, പേപ്പട്ടിയെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് രാഹുലിനെ കടിച്ച് പറിച്ചെടുത്തപ്പോൾ, അപ്പോൾ അതൊക്കെ ജീവൻ രക്ഷാ മാർഗമാണെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിലുണ്ട്. ആ മുഖ്യമന്ത്രിയാണല്ലോ യാത്ര നയിക്കുന്നത്. സ്വാഭാവികമായും ഡിവൈഎഫ്ഐക്കാർക്ക് ആ ഒരു ജീവൻ രക്ഷാ മാർഗം നടത്തിയ ആളുകൾ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ, കൂടെ നടക്കുന്ന ഈ പറയുന്ന ഈ ക്രിമിനലുകളായിട്ടുള്ള ഈ പോലീസുകാർക്കും ഈ മുഖ്യമന്ത്രിയുടെ താമരപത്രത്തിന് വേണ്ടിയാണ് ഇവർ ഈ ക്രൂരത ചെയ്തത്, അല്ലാതെ വേറെ എന്തിനാ ചെയ്തത്? അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ കല്യാശ്ശേരിയിൽ നിന്ന് ക്രൂരമായി ആക്രമിച്ച് ഡിവൈഎഫ്ഐക്കാർ ജയിലിൽ കടന്നു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് 10-12 ദിവസം അവർ ജയിലിൽ കടന്നു. അവർ പുറത്തിറങ്ങി അവർക്ക് ഗംഭീര സ്വീകരണമാണ്. സ്വീകരണം കൊടുത്തുകൊണ്ട് അതിനകത്ത് മറ്റൊരു ഡിവൈഎഫ്ഐക്കാരനെ എസ് എഫ് ഐക്കാരനായ ഒരാളെ പുതിയ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പരസ്യമായി സ്വീകരണം കൊടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരോട്, നിങ്ങൾ ഇനിയും കരിങ്കൊടി കാണിക്കുന്നവരെ ആക്രമിച്ചാൽ, നിങ്ങൾ തലതള്ളി പൊളിച്ചാൽ നിങ്ങൾക്ക് പാർട്ടിയുണ്ട്, മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ള ഒരു പ്രതീതി ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഇത്ര സമരം നടന്നത്. ഇത്തരം സമരങ്ങളൊക്കെ നടന്ന ആളുകൾ അതിന് നേതൃത്വം കൊടുത്തവരാണ്. ഇപ്പൊ കൂത്തുപറമ്പിനെ കുറിച്ചൊക്കെ വലിയവായി പറയുമ്പോൾ, കൂത്തുപറമ്പിൽ ശ്രീ എം വി രാഘവൻ എന്ന് പറയുന്ന മന്ത്രിയെ കേവലം ഒരു കരിങ്കൊടി മാത്രമായിട്ടാണോ ശ്രീ നിഷാദെ അന്ന് നടത്തിയ സമരം? അന്ന് അവിടെ പോലീസ് ആക്ട് ചെയ്തിട്ടില്ല എങ്കിൽ എം വി രാഘവൻ കൂത്തുപറമ്പിൽ രക്തസാക്ഷിയാകും, ഒരു തർക്കമില്ല. പെട്രോൾ ബോംബും അതോടൊപ്പം തന്നെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഒരു മന്ത്രിയെ, പ്രത്യേകിച്ച് CPM-ന്റെ രാഷ്ട്രീയ എതിരാളിയായതുകൊണ്ട് അദ്ദേഹത്തെ തീർക്കാൻ 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊല്ലാൻ സാധിച്ചതുപോലെ അന്ന് എം വി രാഘവനെ കൊല്ലാൻ പറ്റിയില്ല. അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട്, സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ കൊല ചെയ്യപ്പെട്ടില്ല എന്നുള്ളതല്ലേ? അതിന്റെ പേരിലല്ലേ 5 ആളുകൾ അവിടെ വെടിയേറ്റ് മരിച്ചത്? ഇപ്പൊ പുഷ്പനെ കുറിച്ചൊക്കെ പറയുന്നു. ഇപ്പൊ എം വി രാഘവൻ ഇവരുടെ കൂടെയാണ്, എം വി രാഘവന്റെ ചരമദിനം ആചരിക്കുന്നവരാണ്. അപ്പൊ ആ രക്തസാക്ഷികളോട് പോലും എന്ത് നീതിയാണ് ഇവർ നടത്തിയത്? ആ പരിഹാരം കൂത്തുപറമ്പിൽ നടന്ന വെടിവെപ്പിന് പരിയാരം മെഡിക്കൽ കോളേജിനെതിരായിട്ടാണ് നിങ്ങൾ സമരം കേരളത്തിലെ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ള ആളുകളുടെ കണക്ക് വേറെയുമുണ്ട്. ഞാൻ പറയട്ടെ നിഷാദെ ഞാൻ പറയട്ടെ നിഷാദെ, ഞാൻ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ഒരു 10-20 മിനിറ്റ് സംസാരിച്ചല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ടില്ല. അതെൻ്റെ മാന്യതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, പരിയാരം മെഡിക്കൽ കോളേജിനെതിരെയാണ് സ്വാശ്രയ കോളേജിലെ സമരം. ആ പരിയാരം മെഡിക്കൽ കോളേജ് യാതൊരു ഉളുപ്പുമില്ലാതെ അന്ന് സമരം നടത്തിയതിന് മുമ്പിൽ നിന്ന് ആളുകളെ രക്തസാക്ഷിയാക്കാൻ നേതൃത്വം കൊടുത്ത എം വി ജയരാജൻ അതിൻ്റെ ചെയർമാനായി ഇരുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ആ സമരത്തോടും, സമരത്തിൻ്റെ രാഷ്ട്രീയത്തോടും, സമരത്തിൻ്റെ നിലപാടിനോടൊക്കെ നിങ്ങൾ കാലാകാലം ഓന്തിൻ്റെ നിറം പോലെ നിറം മാറുന്നവരാണ് എന്ന് കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. ആ പുഷ്പനെ പോലുള്ള ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാശ്രയ കോളേജുകാരുമായും അതോടൊപ്പം അത്തരം സ്വാശ്രയ കോളേജിനെതിരായി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് അന്ന് സമരം നടന്നത്. ആ പിണറായി വിജയൻ അതേ സ്വാശ്രയ കോളേജ് നടത്തുന്ന മാതാ അമൃതാനന്ദമയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വന്തം മകളെ പഠിപ്പിച്ചതുമൊക്കെ ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട് എന്ന് ഡിവൈഎഫ്ഐക്കാരനെ അങ്ങ് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഈ സമരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ് ഈ നാട്ടിൽ, അതൊക്കെ ഞങ്ങൾക്കറിയാം. അതോടൊപ്പം വേറെ പണിയൊന്നുമില്ലേ? അതെ, തെറ്റിദ്ധാരണ താങ്കൾ സംസാരിച്ചിട്ടുണ്ട്. താങ്കൾ എന്താ ഇടയ്ക്ക് സംസാരിക്കുന്നത്? താങ്കൾ ആരാ? താങ്കൾ 20 മിനിറ്റ് സംസാരിച്ചല്ലോ, പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ താങ്കളെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ ആ സമയത്ത്? പറയുന്ന സമയത്ത് പറഞ്ഞാൽ മതി. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ കെ സുധാകരൻ ആൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഉണ്ടോ? നിങ്ങൾ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കല്ലേ? അന്ന് അദ്ദേഹത്തെ കൊല്ലാൻ വന്നപ്പോഴാണ് 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തെ പലതവണ ശ്രീ നിഷാദെ, ശ്രീ കെ സുധാകരൻ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ, കാറിന് നേരെ ബോംബെറിഞ്ഞ്. അല്ല, താങ്കൾ അനങ്ങാണ്ടിക്കടോ, താങ്കൾ സംസാരിക്കില്ല. വേഗം പൂർത്തിയാക്കൂ റിജിൽ മാക്കുറ്റി. താങ്കൾ പറയാം, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. താങ്കളോട് സംസാരിച്ചിട്ടില്ലെന്നേ. നിങ്ങളുടെ പ്രശ്നം ഇതിനകത്ത് പോലീസ് കൈകാര്യം അതിലൊന്നും കളയാൻ നേരം കേട്ടോ. അതിലെ പ്ലീസ് ഈ വഴക്കിലൊന്നും കളയാൻ നേരമില്ല. അതിന്റെയൊക്കെ കാലം പോയി. ഞാൻ റിജിൽ നിങ്ങളുടെ പോയിന്റ് ഇതാണ്. നവകേരള സദസ് വരുമ്പോ അവിടെ കരിങ്കൊടി കാണിക്കുമ്പോ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഫോഴ്സസ് നിങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഡിവൈഎഫ്ഐ അതിനകത്ത് പങ്കുചേരരുത് എന്നാണ് നിങ്ങളുടെ പോയിന്റ്. നിഷാദെ ഞാൻ സംസാരിച്ച് പൂർത്തിയാക്കട്ടെ. അദ്ദേഹം 20 മിനിറ്റ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു.
അത് മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ ഒന്നും ഇടയ്ക്ക് കയറി സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയണ്ടേ? ആ സമയം നിങ്ങൾ എനിക്ക് തരണ്ടേ? അദ്ദേഹം ഇടയ്ക്ക് കയറി സംസാരിക്കുകയാണ്. അപ്പോൾ നാൽപ്പാടി വാസു എന്ന് പറയുന്ന ആളെ വെടിവെച്ചു എന്ന് പറയുമ്പോൾ ശ്രീ കെ സുധാകരനെ കൊല്ലാൻ വന്നതിന്റെ ഒരുപാട് ഉദാഹരണമുണ്ട്. ബോംബെറിഞ്ഞ് അദ്ദേഹത്തിന്റെ കാറിന് നേരെ ബോംബെറിഞ്ഞ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ്. അപ്പോൾ സ്വാഭാവിക ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ഗൺമാൻ, സർക്കാർ കൊടുത്ത നയനാർ കൊടുത്ത ഗൺമാനാണ് അദ്ദേഹത്തെ വെടിവെച്ചെന്നത്, അദ്ദേഹത്തെ കൊല്ലാൻ വന്നപ്പോഴാണത്. അല്ലാതെ കെ സുധാകരൻ ആരെങ്കിലും ആളെ അയച്ച് കൊല്ലാനൊന്നും ആരെ അയച്ചിട്ടില്ല. ഒന്ന് അതോടൊപ്പം ഈ വിഷയത്തിൽ പോലും കേരളത്തിന്റെ മുമ്പിൽ ശ്രീ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രിക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നെറ്റിക്കും അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച് കൊല്ലാൻ നോക്കിയ ഒരു സമരം കേരളത്തിന്റെ മണ്ണിൽ അല്ലാതെ എവിടെയും നടന്നിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രിയെ അവരാണ് ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഇതുപോലെ ക്രൂരമായി വേട്ടയാടുന്നു, ആക്രമിക്കുന്നു, ആ അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്നു, ആക്രമിച്ചവർക്ക് സ്വീകരണം കൊടുക്കുന്നു. എന്നിട്ട് ഇവർ പറയാണ് ഡിവൈഎഫ്ഐക്കാരങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമരങ്ങ് ഞങ്ങളങ്ങ് KSUക്കാരൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. നിങ്ങളൊക്കെ തന്നെ ഈ 10-35 കൊല്ലം ബംഗാളിൽ നടത്തി ആടെയുള്ള ആളുകളെ 50,000 ആളുകളെ ചുട്ടുകൊന്നു. അവരെ കൊന്നതിന്റെ കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ കൊന്നും തല്ലിയും ഇല്ലാതാക്കിയത് കൊണ്ടാണ് ഇപ്പം പത്രപരസ്യം കൊടുത്ത് CPM-മാരെ ആളെ ചേർക്കുന്നത് ബംഗാളിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ തിണ്ണമുടക്കും നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ ധിക്കാരവും ഈ തുടർ ഭരണത്തിന്റെ അഹങ്കാരവും കൊണ്ട് നിങ്ങൾ ഈ നാട്ടിനകത്ത് ക്രിമിനലുകളായി മാറുകയാണ്. ക്രിമിനൽ സംഘത്ത് നേതൃത്വം കൊടുക്കുകയാണ്. പണ്ട് ജന്മിമാരാണ് ചോറ്റുപട്ടാളത്തക്കാരെ കൊണ്ടുപോയത്. ആ ചോറ്റുപട്ടാളക്കാരെ പോലെയാണ് ഇന്നത്തെ DYFIയുടെ പ്രധാനപ്പെട്ട പണി. സമരം ചെയ്യുന്നവരെ പ്രതിഷേധിക്കുക, ഈ നാട്ടിൽ പ്രതിഷേധം നടത്തിയവരെ ക്രൂരമായി തല്ലിച്ചതക്കുക. ശ്രീ നിഷാദെ, ഒരു മന്ത്രിയുടെ നേരെ കരിയോയിൽ ഒഴിച്ചവരല്ലേ ഇവർ സമരം നടത്തിയിട്ടില്ലേ? അങ്ങനെ എന്തെല്ലാം സമരങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ ഈ അപരിഷ്കൃതമായ സമര നേതൃത്വം കൊടുത്ത ആളുകളാണ്. അന്നൊന്നും ഈ ജനാധിപത്യവാദവും അന്നൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർ വാചാലമായി സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു ഭാഗത്ത് എന്ത് തോന്നിയമാസവും എന്ത് അക്രമവും കാണിക്കാം. അത് പോലീസിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് പോലീസിലെ തെരഞ്ഞെടുക്കപ്പെട്ട ട്രെയിൻഡായ ക്രിമിനലുകളായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊടിസുനി ആകാശ് തില്ലങ്കേരിമാരുടെ മനസ്സുള്ളവർ അതിനകത്ത് കയറ്റിക്കൊണ്ട് അവരെ കൊണ്ടും അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ അക്രമത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് അവരെല്ലാം തന്നെ ഇതുപോലെ ആക്രമിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി അതെല്ലാം നോക്കി നിൽക്കുമെന്ന് ഇവർ കരുതണ്ട. ആ രൂപത്തിൽ ഞങ്ങൾക്കും തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ ആക്രമിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു കലാപത്തിലേക്ക് പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ സമരം ചെയ്യാനും അതോടൊപ്പം തന്നെ പോരാട്ടം നടത്താൻ തന്നെയാണ്. അതായത് കരിങ്കൊടി സമരം ഉണ്ടായാൽ ചിലപ്പോൾ പോലീസ് അടിക്കും. കരിങ്കൊടി സമരം മാത്രമല്ല, ഏത് സമരത്തിനും ചിലപ്പോൾ പോലീസിന്റെ ഭാഗമായിട്ടുള്ള അട്രോസിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനകത്ത് DYFIക്കാർ കൂടി ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഈ യാത്രാ സംഘത്തിന്റെ സുരക്ഷാ പണി ഏറ്റെടുത്തിരിക്കുന്നു. കുറച്ചൊരു കടത്തി പറഞ്ഞാൽ ഗൂണ്ടാ സംഘത്തെ പോലെ പെരുമാറുന്നു. അത് നമ്മുടെ മുമ്പിൽ വിഷ്വൽസിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഉത്തരവാദിത്വം? എന്നോടാണോ? ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് റിജിൽ മാക്കുറ്റി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ച് മറുപടി പറഞ്ഞിട്ട് ഞാനത് പറയാം. ഇവിടെ കൂത്തുപറമ്പ് സമരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വെടിവെച്ചു കൊന്നവരാണ് ഇവര്. ഒരു സമരം നടന്നപ്പോൾ, കരിങ്കൊടി പ്രതിഷേധം നടന്നപ്പോൾ, ഇതുപോലെ തന്നെ കരിങ്കൊടി പ്രതിഷേധം നടന്നപ്പോൾ ആ പ്രതിഷേധത്തിന് നേരെ വെടിവെച്ച് 5 സഖാക്കൾ രക്തസാക്ഷികളായി കൊല്ലപ്പെട്ടു. ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷിയായി പുഷ്പൻ നിൽക്കുകയാണ്. എന്നിട്ടും ആ രക്തസാക്ഷിത്വത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇവിടെ റിജിൽ മാക്കുറ്റി സംസാരിക്കുന്നു. ഒരു മര്യാദ വേണം കേട്ടോ, മര്യാദ വേണം. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ നടന്ന സമരമാണ്. ഇന്ന് ആ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്, മനസ്സിലാക്കിക്കൊള്ളണം. LDF ഗവൺമെന്റ് വരേണ്ടി വന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആക്കാൻ. ആ സമരത്തെയാണ് ഇവിടെ റിജിൽ മാക്കുറ്റി ആ വെടിവെപ്പിനെയാണ് ന്യായീകരിക്കുന്നത്. 5 പേരെ വെടിവെച്ച് വന്നിട്ട് അതിനകത്ത് ന്യായീകരണം പറയുകയാണ്. വല്ല സാമാന്യമായൊരു മര്യാദ വേണ്ടേ? ഒരു പരസ്പരമായൊരു മര്യാദ വേണ്ടേ? ഇവിടെ വേറെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. വേറൊന്നും നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നില്ലായിരുന്നെങ്കിൽ കെ സുധാകരൻ കൊല്ലപ്പെടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. നാൽപ്പാടി വാസു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അതിന്റെ കേസിന്റെ വിസ്താരവും അല്ലെങ്കിൽ കേസിന്റെ നാൾവഴികളും പരിശോധിച്ചറിയാം. 1993 നടന്ന കേസാണ്. ആ കേസിന്റെ സമയത്താണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നത്. ദൂരദർശൻ പോലും മര്യാദയ്ക്കില്ലായിരുന്ന ഒരു സമയത്താണ് 1993. സോഷ്യൽ മീഡിയയുടെ കാലം പോലെയാണ് പറയുന്നത്. വീഡിയോ ദൃശ്യങ്ങളുണ്ടോ? കൃത്യമായ പത്രവാർത്തകളും മറ്റു കാര്യങ്ങളും അതിന്റെ കേസിന്റെ നാൾവഴികളും എല്ലാം ഉണ്ട്. ഗൺമാൻ വെടിവെച്ചു കൊന്നതല്ലേ? അതല്ലാതെ അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ ഗൺമാൻ വെടിവെച്ചു കൊന്നു എന്ന് മാത്രമല്ല, ഗൺമാനെ ന്യായീകരിക്കുന്ന നിലയിൽ നാൽപ്പാടി വാസുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അടുത്ത യോഗത്തിൽ കെ സുധാകരൻ പ്രസംഗിച്ചു. പിന്നീടും കെ സുധാകരന്റെ ഗൺമാൻ ഇതിന് ശേഷവും പെരുമ്പാവൂരിൽ വെച്ചു അക്രമം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ പറയണോ? ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബോധപൂർവമായ അക്രമത്തിനുള്ള ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഇപ്പൊ ക്രിമിനൽ സംഘമാണ്. ഇപ്പൊ ഇവർ പറഞ്ഞല്ലോ DYFIക്കാർ. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നതിന്റെ വാർത്തകൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കുറെ നാളുകളായല്ലോ.
വ്യാജ പ്രസിഡന്റും വ്യാജന്മാരായ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അല്ലേ ഇപ്പൊ യൂത്ത് കോൺഗ്രസിനുള്ളത്? KSUക്കാരും യൂത്ത് കോൺഗ്രസുകാരും എല്ലാം ക്രിമിനൽ സംഘമായി മാറുന്നു. ശരി, നിങ്ങൾക്ക് അങ്ങനെ ആക്ഷേപമുണ്ട്, യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകളാണ്, അവർ കുഴപ്പമുണ്ടാക്കാൻ വരികയാണ്, അവരെ പോലീസ് നോക്കട്ടെ. രാഹുൽ, നിങ്ങൾക്ക് എന്താണ് കാര്യം? ഇന്നലെ ഒരു ഭിന്നശേഷിക്കാരനായ മനുഷ്യൻ കരിങ്കൊടി കാണിക്കുന്നു, അയാളെ പുറകിൽ പോലീസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ പുറകിൽ കൂടി വന്ന് ചവിട്ടുകയാണ് ഈ പറയുന്ന ഈ നവകേരള സദസ്സിന്റെ ഉടുപ്പിട്ട ചെറുപ്പക്കാർ. ഞാൻ പറയുന്നത് നിങ്ങളിത്, ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് അതാണ്. പോലീസ് കൃത്യമായി നിർവഹണം ചെയ്യുന്നുണ്ട്, കൃത്യനിർവഹണം നടത്തുന്നുണ്ട്, പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങളുടെ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് ഇടപെടുന്നത്. നിങ്ങളുടെ പണി, നിങ്ങൾക്ക് എന്താണ് അവിടെ കാര്യം? നിങ്ങൾക്ക് എന്താണ് അവിടെ കാര്യം? നിങ്ങൾക്ക് എന്താണ് അവിടെ കാര്യം? നിങ്ങൾ ഭിന്നശേഷിക്കാരനായ ഒരാൾ നോക്കൂ, ഭിന്നശേഷിക്കാരനായ ഒരാൾ മുഖ്യമന്ത്രിയോട് കരിങ്കൊടി കാണിച്ചാൽ അത് വധശ്രമമാണോ? അയാൾക്ക് എന്താ പരമാവധി ചെയ്യാൻ കഴിയുക എന്ന് പോലീസിനറിയാം. അങ്ങനെ ഒരാളെ പോലീസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ അയാളെ പിന്നിൽ നിന്ന് വന്ന് ചവിട്ടുന്നു നവകേരള സദസ്സിന്റെ പ്രചാരണ വാക്യം പതിപ്പിച്ച വെളുത്ത ഉടുപ്പിട്ട ചെറുപ്പക്കാർ. എന്തിനാണത്? എല്ലായിടത്തും ഡിവൈഎഫ്ഐക്കാരെ കാണാം, പോലീസ് പിടിച്ചു കൊടുക്കുന്നു, ഇവർ വന്നിരിക്കുന്നു. ചെടിച്ചട്ടി അടിയിൽ തുടങ്ങിയതാണ്. നിങ്ങൾക്ക് എന്താണ് അവിടെ കാര്യം? ഈ സംസ്ഥാനത്തെ നിയമനീതി നിർവഹണം നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇനി ഡിവൈഎഫ്ഐ, ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാർ ക്രിമിനലുകളാണ്, ഗൂഢാലോചനയുടെ ഭാഗമായി കലാപം ഉണ്ടാക്കാൻ വരികയാണ്. നിങ്ങളാണോ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടവർ? ഞാൻ പറഞ്ഞത് ഡിവൈഎഫ്ഐ ലോ ആൻഡ് ഓർഡർ നോക്കാൻ ഒരു തരത്തിൽ ഒരു ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐ ഏറ്റിട്ടില്ല, ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. പിന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആരാണ് രാഹുൽ? കരിങ്കൊടി സമരമോ ജനാധിപത്യപരമായ സമരമോ എല്ലാവർക്കും നടത്താൻ അവകാശം. എന്റെ ചോദ്യം, ഞാൻ ആ ചോദ്യത്തിൽ വീണ്ടും ഇടപെടുന്നു താങ്കൾക്ക് തോന്നുന്നില്ല രാഹുൽ? നമ്മൾ ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്ന പോലീസ് പിടിച്ചു മാറ്റുന്ന ആളുകളെ പിന്നിലൂടെ വന്ന് അടിക്കുന്ന, ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്ന, തലക്കടിക്കുന്ന, തൊഴിക്കുന്ന ആന്റി സോഷ്യൽ എലമെന്റ്സ് ആരാണ്? താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തികച്ചു തെറ്റാണ്. ഞാൻ പറഞ്ഞത് ജനാധിപത്യപരമായി സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അംഗപരിമിതരായിട്ടുള്ളവരോ ഏത് മനുഷ്യരാണെങ്കിലും, ഞാൻ പറയുന്നത് പറയാൻ അനുവദിക്കുക, നിങ്ങൾ ഇടക്കേറി സംസാരിക്കാതെ ഞാൻ പറയാൻ അനുവദിക്കുക. പിന്നെ ആർക്കും സമരം ചെയ്യാൻ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ പ്രശ്നമുള്ള നാടുമല്ല. ആർക്കും പ്രതിഷേധിക്കാം, ഒറ്റയ്ക്കും പ്രതിഷേധിക്കാം, അല്ലെങ്കിൽ കൂട്ടമായും പ്രതിഷേധിക്കാം. പ്രതിഷേധിക്കുമ്പോൾ അതിൻ്റെതായ തിരിച്ചുള്ള റെസ്പോൺസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതാരാണെങ്കിലും അംഗപരിമിതർ സമരം ചെയ്താലും അതിനെയൊന്നും ഞങ്ങൾ മോശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ ശേഷിയുള്ളവരാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ സംഭവം ഉണ്ടായെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് പോലീസ് അംഗപരിമിതരാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളാണെങ്കിലും ഏതു തരത്തിലുള്ള മനുഷ്യരാണെങ്കിലും പ്രതിഷേധിച്ചാൽ പോലീസ് അവരുടെ നടപടി സ്വീകരിക്കും. അത് വാഹന വ്യൂഹത്തിന് തടസ്സമുണ്ടാക്കുകയും വാഹനത്തിന് കുറുകെ ചാടുകയും ചെയ്താൽ പോലീസ് അറസ്റ്റ് ചെയ്യും, പോലീസ് കേസെടുക്കും, പോലീസ് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും. അതെല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. മറ്റൊരാളെയും ഇത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെടാനോ ഒരു തരത്തിലുള്ള ചുമതലയും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. ശരി, റിജിൽ മാക്കുറ്റി, നിങ്ങൾ ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് എല്ലാ ദിവസവും ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ട് ആരെങ്കിലുമൊക്കെ കരിങ്കൊടി കാണിക്കുന്നത് തുടരുന്നുണ്ട്, പോലീസ് അവരെ തല്ലുന്നത്, ഡിവൈഎഫ്ഐക്കാർ തല്ലുന്നത് തുടർക്കഥയാവുകയും ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വിഷയമാക്കി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് ഇനിയും പറ്റിയിട്ടില്ലേ? ശ്രീ നിഷാദ്, ഞങ്ങൾ രണ്ട് തരത്തിലാണ് ഈ സമരം കൊണ്ടുപോകുന്നത്. ഒന്ന്, UDF തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ രൂപത്തിലുള്ള പ്രചരണ ജാഥകൾ, പിന്നെ ഈ നവകേരള സദസ്സിനെതിരായിട്ടുള്ള വിചാരണ സദസ്സുകൾ വലിയ ജനക്കൂട്ടത്തോടു കൂടി ഞങ്ങൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നിഷാദ് ഈ യാത്ര നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ LDF അല്ലെങ്കിൽ CPM നടത്തുന്ന ജാഥയാണെങ്കിൽ ഇതിനകത്ത് ആരും പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല, അതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. ഇവിടെ സർക്കാരിനെയും ജനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട്, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പിരിവ് നടത്തിക്കൊണ്ട്, റെസീറ്റ് ഇല്ലാതെ CPMമാർ പിരിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ പണം കൊള്ളയടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്ര, സർക്കാരിൻ്റെ പേരിൽ നടത്തുന്ന യാത്ര, അതിൽ രാഷ്ട്രീയം പറയുകയാണ്, കൃത്യമായ രൂപത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവിക പ്രതിപക്ഷത്തിനെതിരായ വിമർശനം നടത്തുമ്പോൾ അത്തരം ഒരു ജാഥക്കെതിരായിട്ടുള്ള പ്രതിഷേധം സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ് നടത്തും. അത്തരം വിഷയങ്ങളാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കരിങ്കൊടികൾ യൂത്ത് കോൺഗ്രസ് എന്ന നിലയിലും KSU എന്ന നിലയിലും ഞങ്ങൾ അത്തരത്തിലുള്ള സമരത്തിലേക്ക് പോകുന്നു. ആ സമരം ചെയ്യുന്നവരെ ആണ് ഈ രൂപത്തിലുള്ള കൈകാര്യം ചെയ്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അജ്മാൻ, അദ്ദേഹം അംഗപരിമിതനാണ്. അദ്ദേഹത്തോട് കാണിക്കുന്ന ക്രൂരത, അത് അദ്ദേഹത്തോട് ഒരു DYFI-കാരനായ ഒരു റെയ്സ് നമ്മുടെ ഇവിടെ എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ അദ്ദേഹം CPM-കാരനാണ്, ഞാൻ സഖാവാണെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ?
എന്നിട്ട് ഇവർ പറയാം മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ള പാട്ടും പാടുകയാണ്. ആരോ സ്വന്തം സഖാവിനെ പോലും സഖാവാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്രൂരമായി ആക്രമിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഈ ഗുണ്ടാ സംഘങ്ങൾ. ഈ നവകാട്ടാള സദസ്സിലെ അത് നേതൃത്വം കൊടുക്കുന്ന കാട്ടാളന്മാരായ ഈ ഗുണ്ടകൾ നടത്തുന്ന അക്രമങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഒരു വശത്ത് നടക്കുകയാണ്. അപ്പം അതിന് എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ഇപ്പം മറ്റൊരു കാര്യം, ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ കൂത്തുപറമ്പിൽ നടന്നത് കൃത്യമായിട്ടുള്ള മന്ത്രിയെ കൊല്ലാനുള്ള ഒരു അക്രമമായിരുന്നു. അതിന്റെ ഭാഗമായാണ് വെടിവെപ്പ് ഉണ്ടായത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ആളുകൾ മാത്രമല്ല ശ്രീ നിഷാദെ, ഇവർ എത്ര പ്രാകൃതമായ സമരം നടത്തി. പണ്ട് KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് പിന്നെ ചാവശ്ശേരിയിൽ ബസ് കത്തിച്ച് പച്ചക്ക് ആളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ ആളുകളല്ലേ ഇവർ. അതൊരു സമരം നടത്തിയ ആളുകളല്ല, അതിൻ്റെ പേരിൽ സമരം നടത്തിയ ആളുകളല്ല. അങ്ങനെ എത്രയെത്ര ക്രൂരമായ സമരങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ നടന്നിട്ടുണ്ട്. പക്ഷേ കരിങ്കൊടി കാണിക്കുമ്പോൾ മാത്രം പ്രശ്നമാണ്. ഇപ്പോൾ രാജാവ് എഴുന്നള്ളുന്നു എന്നുള്ളതാണ് ആളുകളുടെ പ്രശ്നം. കാരണം രാജാവ് എഴുന്നള്ളുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല, രാജാവിന്റെ സ്തുതിഗീതം പാടിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. കൂടെ നിൽക്കുന്ന ഒരു MP, കോട്ടയത്തിന്റെ MP ആയ തോമസ് ചാഴിക്കാടൻ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹവും പാടേണ്ടത് എങ്ങനെയാണ്? ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിരുന്ന കാരണഭൂതൻ പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗതിക വരില്ലായിരുന്നു, ഈ ആക്ഷേപം കേൾക്കേണ്ടി വരില്ലായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജ ടീച്ചർ 5 മിനിറ്റ് പ്രസംഗം നടത്തിയപ്പോൾ അവരെ അതിക്രൂരമായി ആക്ഷേപിച്ചത് നമ്മൾ അവരെ ഭർത്താവിനെയും ആക്ഷേപിച്ച് പരിഹാസ്യമാക്കി നമ്മൾ കണ്ടില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് ഇവർ. ആൾക്കൂട്ടം എവിടെയാണ് ഇവർ അടുത്തു പോകുന്നത്? നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നില്ലേ? ഏതെങ്കിലും ഒരാൾക്ക് ഈ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇവർ എന്താണ് ഒരു കൗണ്ടർ ഇട്ട് അവിടെ പരാതി വാങ്ങാൻ? പല പരാതികൾ പ്രഹസനമാണ്. പിന്നെ അഴീക്കോട്, എൻ്റെ കണ്ണൂരിൽ അഴീക്കോട് മണ്ഡലത്തിൽ ഒരു KSRTC ബസ് അനുവദിക്കണമെന്നുള്ള പരാതി കിട്ടിയപ്പോൾ അത് കണ്ണൂർ കോർപ്പറേഷന് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിക്കാൻ പരാതി കൊടുത്തപ്പോൾ അത് കണ്ണൂർ കോർപ്പറേഷന് കൊടുത്തു. ഒരു വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ കൊടുക്കേണ്ട ഒരു പരാതിയും കണ്ണൂർ കോർപ്പറേഷന് കൊടുത്തിരിക്കും. ഇതാണ് ഇവരുടെ പരിഹാര സെല്ല്, ഇതാണ് ജനങ്ങളുടെ പരിഹാരം കാണുന്നതെന്നൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ജാഥയാണ്. കൃത്യമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥക്കപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല. ഇവരെന്താണ് ഈ കേരളത്തിൽ വെക്കുന്നത്? ഞാൻ ഒറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയപരമായി വിമർശിക്കുന്നു. നിങ്ങളുടെ മുന്നണിയിൽ പ്രധാനപ്പെട്ട നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ മകൻ പന്ന്യൻ രൂപേഷ്, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇട്ടിരുന്നു. അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തു. CPI-ക്കാരായ അല്ലെങ്കിൽ സാധാരണക്കാരായ ഇടതുപക്ഷക്കാരായ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ബോധ്യപ്പെടുത്തു. അദ്ദേഹം ചോദിക്കുന്നു, ആരാണ് ഈ പൗരപ്രമുഖർ? ഇതിനു വേണ്ടിയാണോ കൃഷ്ണപിള്ളയെ പോലുള്ള ആളുകൾ പാറപ്പുറത്ത് വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്? ശീതീകരിച്ച റൂമിലിരുന്ന് അവർക്ക് മൃഷ്ടാന ഭോജനം നൽകി അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടുപോകുന്നതാണോ കമ്മ്യൂണിസം എന്ന് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ CPI നേതാവിന്റെ മകൻ പോലും ചോദിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷം എന്നല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? കരിങ്കൊടി കാണിക്കാൻ അവകാശമില്ലേ? ആ കരിങ്കൊടി കാണിക്കുമ്പോൾ ഇതുപോലെ മൃഗീയമായി വേട്ടയാടുന്നത് ഏത് രാഷ്ട്രീയമാണ്? നിങ്ങൾ പരിശോധിക്കണം. ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് ഏറ്റവും ക്രൂരമായ ഒരു അക്രമമല്ലേ? ഒരു തെരുവ് ഗുണ്ടകളെക്കാളും വലിയ ക്രൂരന്മാരായി. തെരുവ് ഗുണ്ടകൾക്ക് അതിനും മാന്യതയുണ്ടാവും. ഇവർ കാക്കിവിട്ട തെരുവ് ഗുണ്ടകളല്ലേ ഇന്നലെ നടത്തിയ അക്രമം? മുഖ്യമന്ത്രി അംഗരക്ഷകന്മാർ ഇവരാണോ? ഇങ്ങനെയാണോ അംഗരക്ഷകന്മാർ പോകുന്നത്? അവിടെ മുഖ്യമന്ത്രിയുടെ വണ്ടി തടഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും പ്രതികരിക്കും. ലോക്കൽ പോലീസിന്റെ കയ്യിലാണ് അവരെയാണ് വണ്ടി നിർത്തി വന്ന് ആക്രമിച്ചിട്ട് അതിന് ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇതുപോലെ എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തൊരു സംഘടന, എല്ലാ അക്രമ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തൊരു സംഘടന, പെട്രോൾ ബോംബുമായി സമരം നടത്താൻ പോയ ആളുകൾ, പിന്നെ ഇവരൊക്കെ പറയാണ്. ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ നിഷാദെ, വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു DYFI-കാരനായതിന്റെ പേരിലല്ലേ അയാളെ കഴുമരത്തിൽ നിന്ന് അയാളെ രക്ഷിച്ചു കൊടുത്തത്? പ്രോസിക്യൂഷന്റെ പരാജയമല്ലേ? DYFI-കാരനായ ഒരു ക്രിമിനൽ ഒരു 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയിട്ട് അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കേരളത്തിലെ പോലീസ് സാധിച്ചിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പിന് സാധിച്ചിട്ടുണ്ടോ? എന്താ കാരണം? അയാൾ DYFI-കാരാണ്. അപ്പൊ കഞ്ചാവിന്റെ കഥ പറയുമ്പോൾ നിങ്ങളുടെ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം MDMA-യുമായി പിടിച്ച് അയാൾ തിരുവനന്തപുരത്ത് പൂജപ്പുര ജയിലിൽ കിടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ പല ആളുകളും DYFI-കാരും CPM-കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ ഒരുപാട് കണക്കുകൾ ഓരോ ദിവസം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറിച്ച് നിങ്ങൾ ആക്ഷേപിക്കും. നിങ്ങളുടെ പോലീസ് സംവിധാനമാണ്, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പ് കൃത്യം അന്വേഷിക്കട്ടെ. അങ്ങനെ വ്യാജന്മാരായി ചേർത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തോ? ഞങ്ങൾ ആരും തടയാൻ പോകുന്നില്ല. ഞങ്ങൾ നെഞ്ചു വിരിച്ചുകൊണ്ട് തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്. സംഘടിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ 140 മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്നു. ഓരോ പോയിന്റിലും വരുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. എന്ന് വെച്ചാൽ ആ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളോട് വരുന്നില്ല.
കേരളത്തിലെ മുഴുവൻ ആളുകളെയും മീറ്റ് ചെയ്യാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിയുകയുമില്ല. പകരം എന്താണ്, ഒരു സ്ഥലത്ത് വരിക, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കാണുക, അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, സന്ദേശം എത്തിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? മുഖ്യമന്ത്രി വരുന്ന വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ആരായാലും അവരെ ഡിവൈഎഫ്ഐക്കാർ കൈകാര്യം ചെയ്യും, പോലീസും കൈകാര്യം ചെയ്യും. ഒരു പ്രതിഷേധവും അനുവദിക്കാത്ത വിധം വെള്ളം കയറാത്ത ഒരു അറ പോലെ ഒരു ബസ് വരുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നുന്നത് ഒരു നല്ല ഗുണമാണോ ഈ യാത്രയെക്കുറിച്ച്? ഈ യാത്രയെക്കുറിച്ച് എന്താണോ നിങ്ങൾ പ്രസരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള സംഗതികൾ കൂടി എന്തിനാണ് നിരന്തരം സൃഷ്ടിക്കുന്നത്? ഈ കരിങ്കൊടി സമരത്തെ നിങ്ങൾക്ക് അവഗണിക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യത്തിൽ ഇത് ഒരു അപരാധമോ ഒരു ആക്രമണ ശ്രമമോ ഒന്നും അല്ലല്ലോ ശ്രീ രാഹുൽ. അപ്പോൾ ഇതൊരു മോശം സ്ട്രാറ്റജി അല്ലേ പൊളിറ്റിക്കലി? ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന റിജിൽ മാക്കുറ്റി നടത്തിയ സമരമാർഗ്ഗങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോയുണ്ട്, റിജിൽ മാക്കുറ്റിയുടെ ഒരു സമരം. ആ സമരത്തിൽ പോലീസിനെ ക്രൂരമായി റിജിൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുന്ന ചിത്രമാണിത്. പത്രത്തിൽ വന്നതാണ്. ഇതല്ലെങ്കിൽ അല്ലെന്ന് പറയട്ടെ, റിജിൽ മാക്കുറ്റിയുടെ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. വേറൊരു സമരമാർഗ്ഗം നമ്മൾ കണ്ടായിരുന്നല്ലോ, ഈ റിജിൽ മാക്കുറ്റിയെ കോൺഗ്രസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നൊരു സമരം ഉണ്ടായിരുന്നല്ലോ. എന്താ, പശുവിന്റെ കഴുത്തറുത്തൊരു സമരം. ഇത്തരം ഒരുപാട് സമരമാർഗ്ഗങ്ങൾ അറിയാവുന്ന കുറെ സംഘങ്ങളാണ് ഇവരിതെല്ലാം ചെയ്യും. ഇത്തരം ക്രിമിനൽ സംഘങ്ങളാണ്. ഇവിടെ പോലീസിനെ ഭയങ്കരമായിട്ട് പറയുന്നത് കേട്ടു. UDF-ന്റെ കാലത്ത് ഇതൊന്നും നടന്നിട്ടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. AK ആന്റണിയുടെ കാലത്തല്ലേ മുത്തങ്ങയിൽ സമരം ചെയ്ത പാവപ്പെട്ട ആദിവാസികളെ ക്രൂരമായി വെടിവെക്കാൻ രാഹുൽ, നിങ്ങൾ നേരത്തെ രണ്ട് സമരമാർഗത്തെ പറഞ്ഞു. ഒന്ന് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഏത് പ്രശ്നമാണെങ്കിലും കവലയിൽ വെച്ച് അർത്ഥ സംഭവം, രണ്ടാമത്തത് പോലീസിനെ തിരിച്ചാക്രമിച്ച സംഭവം, ഇത് രണ്ടും നിങ്ങൾക്ക് യോജിപ്പില്ലാത്തതാണ്. അതാ ഞാൻ അതെ, പോലീസിനെ ആക്രമിച്ച ദൃശ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾ സൂം ചെയ്താൽ കാണാം. ഇത് പോലീസിനെ ആക്രമിക്കുന്ന പോലീസിനെ ആക്രമിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു നിലയ്ക്കും പാടില്ലാത്തത് എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കണം. ഞാൻ ചോദിക്കുന്നത് നോക്കൂ, ഒന്നാമത്തെ കാര്യം രാഹുൽ, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ നേരത്തെ രണ്ട് സമരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ രണ്ട് സമരങ്ങളും ഒരു നിലയ്ക്കും പാടില്ലാത്തത്, രണ്ട് മാർഗങ്ങളും ഒരു നിലയ്ക്കും പാടില്ലാത്തെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് ഇവർ ഈ സമരത്തെ പറ്റി ഇങ്ങനെ വാചാലമായി സമാധാനപരമായി സമരത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ്, എന്ത് പർപ്പസിനാണ് സൂചിപ്പിച്ചത്? സമരം ഞാൻ പറഞ്ഞോട്ടെ, റിജുൽ മാക്കുറ്റിയുടെ സമരമാർഗത്തെ ഇവിടെ RSSന് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ഒരു സമരം ചെയ്ത ആളാണ്. ആ സമരം നല്ല കണ്ടായിരുന്നല്ലോ നമ്മൾ. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, റിജുൽ മാക്കുറ്റിയോട് എന്തുകൊണ്ടാണ് അവതാരകൻ ചോദിക്കാത്തത്? കേന്ദ്ര സർക്കാരിനെതിരെ എന്താ ഇവർ സമരം ചെയ്യാത്തത്? കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പൊ ഈ ഗവർണർ എടുത്ത നയത്തിനെതിരായി സമരം ചെയ്യേണ്ട പ്രസ്ഥാനമല്ലേ യൂത്ത് കോൺഗ്രസും KSU? എന്താ ചെയ്യുന്നത്? എവിടെയാ ചെയ്തത്? ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ പോലും അംഗീകാരം ഇല്ലാത്ത ABVP-ക്കാരെ തിരികെ കയറ്റാൻ ഗവർണർ തീരുമാനിച്ചു. അധ്യാപക പരിഷത്തിന്റെ നേതാക്കൾ, BJP-യുടെ നേതാക്കൾ, അധ്യാപകരായിട്ടുള്ളവർ, കൊലയാളിയുടെ ഭാര്യ, ഇവിടെ നാരായണൻ നായരെ കൊലപ്പെടുത്തിയ കൊലയാളിയായ ഒന്നാം പ്രതിയുടെ ഭാര്യ, അധ്യാപക പരിഷത്തിന്റെ നേതാവ്, ഇവരെ ഉൾപ്പെടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് തീരുമാനിച്ചു. ഇവർക്കാർക്കും ഒരു പ്രതിഷേധമില്ലേ? കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിനെതിരായി എന്തുകൊണ്ടാണ് ഒരു ആത്മാഭിമാനം വേണ്ട, ഒരു സാമാന്യമായ ഒരു ബോധം വേണ്ട? എന്താണ് ചോദിക്കാത്തത് തിരിച്ച്? ഇവരെന്താ ഒരു ശബ്ദം അനക്കാത്തത്? ഇവർക്ക് ശബ്ദാനെങ്കില്ല, ഇവർക്ക് നാവ് പൊങ്ങില്ല. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ നാവ് പൊങ്ങില്ല. ഇവിടെ റിജുൽ മാക്കുറ്റി വേറെ കുറെ കാര്യങ്ങൾ കൂടെ പറഞ്ഞല്ലോ. ഇവിടെ നവകേരള സദസ്സ് എന്തോ കുഴപ്പമാണ്. നവകേരള സദസ്സിന്റെ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കെല്ലാം അറിയാം. നവകേരള സദസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? എല്ലാ മണ്ഡലത്തിലും ഈ 10,000-കണക്കിന് ആളുകൾ ഓരോ മണ്ഡലത്തിലും സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ അവരോട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും സംസാരിക്കുകയാണ്. രാവിലെ പ്രഭാത യോഗം നടക്കുന്നു. ആ പ്രഭാത യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സമൂഹത്തിന്റെ പരിച്ഛേദം, അത് പൗരപ്രമുഖരെന്നല്ല, തൊഴിലാളി നേതാക്കളുണ്ട്, കർഷകരുണ്ട്, കച്ചവടക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, സംരംഭകരുണ്ട്, സാമുദായിക നേതാക്കന്മാരുണ്ട്, മതമേലധ്യക്ഷന്മാരുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായ ആളുകളോട് മുഖ്യമന്ത്രി സംവദിക്കുകയാണ്. അതിന്റെ മാധ്യമങ്ങളുടെ നിങ്ങളുടെ ദൃശ്യങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രി അവർ പറയുന്നത് മുഴുവൻ കേൾക്കുന്നു, അവരുടെ ആശങ്കകൾ അവർ പങ്കുവയ്ക്കുന്നു, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോട്ട് ചെയ്യുന്നു, അതിന് കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയുന്നു, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്നു. ഇത് ഒരു നാടിന്റെ പ്രതീക്ഷയാണ്. അതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എല്ലാ ആളുകളും ഇതിലേക്ക് വരുന്നു,
ചലച്ചിത്ര താരങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, അതുപോലെ തന്നെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ എല്ലാവരും ഈ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതിന്റെ കണ്ണുകടിയാണ് ഇപ്പോൾ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിതിന് ബദലായി ഒരു സദസ്സ് നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടോ? എവിടെയെങ്കിലും ഒന്ന് ചിത്രീകരിച്ചോ? ആ സദസ്സിൽ എത്ര പേരാ വരുന്നത്? ഒരു മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടിയിൽ പോലും 100-200 പേര് പങ്കെടുത്തുകൊണ്ടാണ് ഇവർ നടത്തുന്നത്. ഇവിടെ 10,000-കണക്കിന് ആളുകൾ വരുമ്പോൾ അതിന്റെ ഭാഗമായി അങ്കലാപ്പിലാണ്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അക്രമ സമരത്തെക്കുറിച്ച് ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ഓരോ കാര്യങ്ങളും ക്രിമിനൽ സ്വഭാവത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന കാര്യങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെയൊക്കെ ഓരോരുത്തരുടെയും അഡ്രസ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ചരിത്രം വെച്ച് പരിശോധിക്കാൻ പോയാൽ ആർക്കെങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ പറ്റും? ഈ പൊതുപ്രവർത്തനത്തെ, രാഷ്ട്രീയ പ്രവർത്തനത്തെ മലീമസമാക്കുന്ന പ്രവർത്തനമല്ല യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് വ്യാജ പ്രസിഡന്റാണ്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവരാണ് നേതൃത്വം കൊടുക്കുന്നത്. വോട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് തന്നെ വോട്ട് വീഴാൻ വേണ്ടി പ്രത്യേക ഹാക്കറെ തീരുമാനിച്ച് ആ ഹാക്കറെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ തയ്യാറാക്കിയതാണ്. ഇവരുടെ ആപ്പിൽ, മൊബൈൽ ആപ്പിൽ ഏത് വോട്ട് ചെയ്താലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചതല്ലേ. അങ്ങനെയല്ല ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാമത് വന്നത് നോട്ടയാണ്. മൂന്നാമത് വന്നതാണ് അടുത്ത വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആള്. ഞാൻ പറഞ്ഞത് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്. ID കാർഡ് ഉണ്ടാക്കിയില്ലേ? ID കാർഡ് ഉണ്ടാക്കി ന്യായീകരിക്കാൻ പറ്റുമോ? ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ID കാർഡ് കൃത്രിമമായി ഉണ്ടാക്കി അത് വെച്ച് വോട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ റെയിൽപാളം മുറിച്ചു കടത്തിയ കേസിലെ പ്രതിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ്. ഇവിടെ പത്തനംതിട്ടയിലെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും ഒരു പൊതി കഞ്ചാവല്ല, കിലോ കണക്കിന് കഞ്ചാവാണ് ചോദ്യം നേരത്തെ ഉന്നയിച്ചു അഡ്വക്കേറ്റ് രാഹുൽ. നിങ്ങളുടെ ഈ സമരം സർക്കാരിന്റെ ഈ നിങ്ങൾ പറയും, നിങ്ങളുടെ ആക്ഷേപ പ്രകാരം ധൂർത്താണ്, ധൂർത്തിനെതിരായിട്ടുള്ള സമരമാണ്. നോക്കൂ, കേരളത്തിലെ സർവകലാശാലകളിൽ ദുരൂഹമായ ഒരു പട്ടിക മുൻനിർത്തിക്കൊണ്ട് RSSകാരെ തിരികെ കയറ്റാനും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും ഗവർണർ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ എവിഡൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ? ഇന്നിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് KSUവിനും MSFനും ഒക്കെ വലിയ സ്വാധീനമുള്ള മേഖലയിലൂടെ ഗവർണർ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു പൊടി പ്രതിഷേധമില്ലല്ലോ. നിങ്ങളവിടെ പ്രതിഷേധിക്കുന്ന SFIക്കാരെ കളിയാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ സമരം എന്ന് പറയുന്ന ഏർപ്പാടിനകത്ത് CPM-നെതിരായിട്ടുള്ള മാത്രം തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു കുന്തമനയാണോ നിങ്ങളുടെ സമരം? ഒരു പ്രതിഷേധ യോഗമെങ്കിലും നടത്തുക. ശ്രീ നിഷാദ് ഒന്ന് അദ്ദേഹത്തോട് സംസാരിക്കാതിരിക്കാൻ പറയൂ. അല്ല, ഞാൻ പറയട്ടെ. അതിനൊക്കെ എനിക്ക് കൃത്യമായ മറുപടിയുണ്ട്, സമയം അനുവദിക്കണം. ഒന്ന്, ഇദ്ദേഹം ആദ്യം എനിക്കെതിരെ നടത്തിയ ആക്ഷേപം യഥാർത്ഥത്തിൽ ഇത് DYFI നേതാവാണോ സംഘപരിവാർ നേതാവാണോ അവിടെ ഇരിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം രാജ്യത്തെ ആളുകളെ കശാപ്പിന്റെ പേരിൽ തല്ലിക്കൊല്ലുമ്പോൾ അതിനകത്ത് ഒരു പ്രതിഷേധ സമരം നടത്തി എന്നുള്ളതാണ്. ആ സമരം രാജ്യത്ത് RSSനെതിരായിട്ടുള്ള സമരമായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ കേരളത്തിൽ ഈ പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന പാമ്പ് വളർത്ത കേന്ദ്രത്തിൽ അവിടെ മാനിനെയും മുയലിനെയും സർവത്ര മൃഗങ്ങളെയും കത്തിച്ചും സിംഹവാലൻ കുരങ്ങന്റെ കാല് വെട്ടി തുള്ളുമ്പോൾ ആ സിംഹവാലൻ കുരങ്ങ് തുള്ളട രാഘവ എന്ന് പറഞ്ഞ് പച്ച മൃഗങ്ങളെ ചുട്ട് ചാമ്പലാക്കി കത്തിച്ച് സമരം നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇപ്പോൾ ഒരു മൂരിക്കുട്ടന് വേണ്ടി ഇവിടെ വിലപിക്കുന്നത്. ഒരു സംഘപരിവാറുകാരൻ്റെ അതേ ഭാഷയിലാണ് എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സംഘപരിവാർ ഇവരൊക്കെ തന്നെ ഒരേ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് നമുക്കറിയാം. കാരണം എന്താണ്, ഇപ്പോൾ ഗവർണർക്കെതിരായി ഇവർ പറയുമ്പോൾ ഈ ഹരിയസ് കർത്ത എന്ന് പറയുന്ന ഒരു RSSകാരനെ നിയമിച്ചു കൊടുത്തതാരാ? അന്ന് ഞങ്ങൾ അതിന് എതിർത്തിരുന്നു. ഈ ഇത്തരത്തിലുള്ള RSSകാർക്ക് നിയമനം കൊടുക്കാനാണ് ഒരു പൊളിറ്റിക്കലായ ഒരു നിയമനം നടത്തി കൊടുത്തത് സർക്കാരാണ്. ഒന്ന്, ഗവർണർക്കെതിരായി ഗവർണർ പല ഘട്ടത്തിലും സ്വാധീനിച്ചും അതോടൊപ്പം തന്നെ കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്തതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒന്ന്, നിഷാദ് ഒരു കാര്യം കൂടി പറയണം. ഇന്ന് നമുക്കറിയാൻ സാധിക്കും, ഇവരുടെ നവകേരള ബസ്സിൽ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി നരേന്ദ്രമോദിയുടെ ഘടകകക്ഷിയുടെ മന്ത്രിയാണ്, കൃഷ്ണൻകുട്ടി അല്ലേ? RSSകാരൻ നയിക്കുന്ന ഒരു NDA സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളെയും കൂട്ടിയിട്ടാണ് നവകേരള യാത്ര നയിക്കുന്നത്. അതിൽ നിന്ന് പ്രതിഷേധിച്ച CK നാണുവിനോട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ NDAയുടെ ഒരു ഘടകകക്ഷിയുടെ മന്ത്രിയെയും കൂട്ടി പോകുന്ന ഇവരാണോ BJPക്ക് സംഘപരിവാറിനെതിരായി വലിയ യുദ്ധം നടത്തുന്നത്? ആദ്യം കൃഷ്ണൻകുട്ടിയോട് പോയി രാജിവെക്കാൻ പറ ആ പാർട്ടിയിൽ നിന്ന്, എന്നിട്ട് നിങ്ങൾ നടത്തൂ ഈ RSSന് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം. അതുകൊണ്ട് നിങ്ങൾ ആ പോരാട്ടത്തെക്കുറിച്ച് ഞങ്ങളോട് പറയേണ്ട. അത് ഞങ്ങൾ രാജ്യത്തെമ്പാടും RSSനും സംഘപരിവാറിനും ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നുണ്ട്. കണ്ണൂർ വന്നപ്പോൾ പോലും ഗവർണർക്കെതിരായി അതെ ഞാൻ പറയട്ടെ, ഈ ഗവർണർക്കെതിരായി അതിശക്തമായ സമരം കണ്ണൂരിന്റെ മണ്ണിൽ സമരം നടത്തി
എവിടെ നടത്തി? ഡിവൈഎഫ്ഐ നേതാവേ, താങ്കൾ കേൾക്കൂ. ഈ ഗവർണർ കണ്ണൂർ വന്നപ്പോ, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് വന്നപ്പോ, ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ പരസ്യമായി സമരങ്ങളുമായി മുന്നോട്ട് പോയി അതിന്റെ മധ്യ കേസിൽ പ്രതിയായ ഒരാളാണ് റിജിൽ മാക്കുറ്റി. എനിക്ക് സംശയമില്ല. അല്ല, അത് തർക്കമില്ല. അത് CA കാലത്താണ്. ഇത് പൗരത്വ സമരകാലത്താണ്. ഈ പൗരത്വ സമരകാലത്താണ് ഈ ഉന്നത വിദ്യാഭ്യാസം പൗരത്വ സമരകാലത്ത് ഗവർണർക്കെതിരെ നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് തർക്കമില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പൊസിഷൻ ഇല്ല. തീർച്ചയായും പ്രതിഷേധങ്ങളുണ്ട്. ഈ ഒരു രൂപത്തിലേക്ക് ഗവർണർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ് നിഷാദേ? ആരാണ്? ഹരിയസ് കർത്തക് എന്ന് പറയുന്ന RSSകാരനെ ഗവർണറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കാനുള്ള ഉത്തരവ് കൊടുത്തത് ആരാണ്? ഗവർണർ ചൊടിച്ചു നിന്നപ്പോ വീണ്ടും ചീഫ് സെക്രട്ടറിയെ രാജ്ഭവൻ അയച്ചുകൊണ്ട് സെറ്റിൽമെന്റ് നടത്തി. ആ സെറ്റിൽമെന്റ് ചർച്ചയ്ക്ക് ശേഷമല്ലേ ഹരിയസ് കർത്തക് എന്ന് പറഞ്ഞ RSSകാരൻ ഈ ഗവർണറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്? അല്ലേ? നിങ്ങളാണ് ഗവർണർക്ക് എല്ലാ തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ ഗവർണർക്ക് അതിനെക്കുറിച്ച് പുറത്തു വരേണ്ട ചിത്രങ്ങൾ, ആളുകളെ മർദ്ദിക്കുന്ന ചിത്രങ്ങളാണോ എന്ന കാര്യം CPM-ഉം സർക്കാരും LDF ഒക്കെ ആലോചിക്കേണ്ട സംഗതിയാണ് എന്ന് തോന്നുന്നു. ഒപ്പം കാലിക്കറ്റ് സർവകലാശാല വിഷയം വേറെ തന്നെയാണ്. അതിൽ UDF കുറച്ചുകൂടി ഷാർപ്പായ പൊസിഷൻ പറയുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. താങ്ക് യു. CR രാഹുൽ, റിജിൽ മാക്കുറ്റി ചർച്ചയിൽ പങ്കെടുത്തതിനുള്ള